നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അനധികൃതമായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി വയോധികൻ അറസ്റ്റിൽ. തൃശൂർ റൂറൽ പോലീസിന്റെ പ്രത്യേക പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. എടത്തിരുത്തിയിൽ ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിച്ചു. മൗനയോഗി ഹരിനാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആൽഫ പാലിയേറ്റീവിന്റെ എടമുട്ടം ഹോസ്പിറ്റൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. ആഷിസ് കെയർ ഹോം അംഗങ്ങൾക്കൊപ്പമായിരുന്നു നോമ്പുതുറ. വാർത്തകൾ വിശദമായി. അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി വയോധികൻ അറസ്റ്റിൽ. തൃശൂർ റൂറൽ പോലീസിന്റെ പ്രത്യേക പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് പോലീസ് വ്യാപകമായ പരിശോധന നടത്തി വരുന്നതിനിടെയാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി വയോധികനെ പിടികൂടിയത്. ആറാട്ടുപുഴ കരോറ്റുമുറി സ്വദേശി മുളങ്ങാട്ട് വീട്ടിൽ 73-കാരനായ കൃഷ്ണൻകുട്ടിയാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 8:30-ഓടെ തൃശൂർ റൂറൽ പോലീസിന്റെ പ്രത്യേക സുരക്ഷാ പരിശോധനയിൽ 1.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും 19 കുപ്പി ബിയറുമായി വയോധികനെ പിടികൂടുകയായിരുന്നു. അറസ്റ്റിലായ പ്രതി കൃഷ്ണൻകുട്ടി തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മനുഷ്യജീവന് അപകടം വരുത്തുന്ന പ്രവൃത്തി ചെയ്ത കേസിലെ പ്രതി കൂടിയാണ്. ചേർപ്പ് SHO MS ഷാജൻ, SI KS സുബിന്ദ്, ASI ഷീജ, CPOമാരായ വിനീഷ്, പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പിടിയിലായ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. എടത്തിരുത്തിയിൽ ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിച്ചു. മൗനയോഗി ഹരിനാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പ്രിയദർശിനി ഹാളിൽ നടന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് അധ്യക്ഷനായി. കവി സുരേഷ് ബാബു കിള്ളിക്കുറിശിമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. മുഖ്യ സംയോജക് ജ്യോതിബാസ് തേവർക്കാട്ടിൽ, സരിത ജോഷി, P വാണിദേവി, ഷൈന ജയപ്രകാശൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഹിന്ദു ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഏറ്റവും കൂടുതലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിവര സാങ്കേതിക വിദ്യകളിലൂടെ വിജ്ഞാനം വിരൽത്തുമ്പിലേക്ക് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യകളൊക്കെ വിസ്മയം ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പക്ഷെ നമുക്കറിയാം, മനുഷ്യത്വം ലോകത്ത് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങകലെ ചന്ദ്രനിലുള്ള ഒരു ഗർത്തത്തിന്റെ ആഴം ഇത്ര സെന്റിമീറ്ററാണ് എന്ന് അളക്കാൻ കഴിയുന്ന രീതിയിൽ സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ചു നിൽക്കുന്നു. പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ വേദനയെ തൊട്ടറിയാൻ നമുക്ക് സാധിക്കാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പറയുന്നത്. ലോകത്തെ സമസ്ത മനുഷ്യരാശിയും ഇത്തരത്തിലൊരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് അവർക്കൊക്കെ ആശ്രയമാകുന്ന, അവർക്കൊക്കെ അഭയം തേടാവുന്ന ഒരേ ഒരു ജീവിത ദർശനമേ ഈ ലോകത്തുണ്ടായിട്ടുള്ളൂ, ഈ ലോകത്തുള്ളൂ, ഈ ലോകത്ത് നിലനിൽക്കുകയുള്ളൂ. സ്വയം സേവന സംഘത്തിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച്
അതായത് 100ാം വാർഷികത്തോടനുബന്ധിച്ച് നാട്ടിലെമ്പാടും ഭാരതത്തിലുടനീളം ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ എടത്തുരുത്തി പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന ഏറെ സ്നേഹമുള്ള നാട്ടുകാരെ പ്രിയമുള്ളവർ, നമ്മളിവിടെ വരുന്നതിന് മുമ്പ് പലരും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഇവിടെ എത്തിയിട്ടുള്ള പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളൊക്കെ ഹിന്ദു ഐക്യവേദിയുടെ ആളുകളാണോ, അല്ലെങ്കിൽ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നുവോ എന്നൊക്കെ ചോദിക്കുന്നു. പലരും പല അഭിപ്രായങ്ങളും പറയുന്നത്. തീർച്ചയായും നമ്മളിനി ഹിന്ദു ഐക്യവേദിയുടെ ആളുകളാണോ എന്ന് ചോദിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു മറുപടി, ഞാൻ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർ മാത്രമല്ല, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകനും ഒപ്പം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തനം കൂടിയാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മൾ കാണിക്കണം. തീർച്ചയായും അത്രയ്ക്കും കാലം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഹിന്ദു ആണോ എന്ന് ചോദിച്ചുകൊണ്ട് അൺട്രോയെ അടിച്ചു നോക്കിക്കൊണ്ട് ഹിന്ദു അല്ലെങ്കിൽ വെടിവെച്ചു കൊല്ലുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിയിട്ട് പോലും അവിടെ മരിച്ചു വീണ 10-26 പേർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാതെ എങ്ങോ വെളുക്കുന്ന ഗാസയിൽ മരിച്ചു വീഴുന്നവർക്ക് വേണ്ടി, തീവ്രവാദ പ്രവർത്തനത്തിലൂടെ മരിച്ചു വീഴുന്നവർക്ക് വേണ്ടി കണ്ണീരൊഴിപ്പിക്കുകയും അവർക്ക് വേണ്ടി ജാഥ നടത്തുകയും ചെയ്യുന്ന നമ്മുടെ ഈ നാട്ടിലെ ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആൽഫ പാലിയേറ്റീവിന്റെ എടമുട്ടം ഹോസ്പിറ്റൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. ആഷിസ് കെയർ ഹോം അംഗങ്ങൾക്കൊപ്പമായിരുന്നു നോമ്പുതുറ. ഈ സ്ഥലം വിട്ട് മറ്റ് ജില്ലകളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കെല്ലാം ഇതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കേണ്ടി വരുമെന്നോ വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്നോ വിചാരിച്ചതല്ല. പക്ഷെ ഇന്ന് 9 ജില്ലകളിലായി, 14 ജില്ലകളിൽ 9 ജില്ലകളിലായി ഒരു സമയത്ത് കഴിഞ്ഞ ഡിസംബർ 31 സ്ഥിരീകരണ കണക്കനുസരിച്ച് അന്നത്തെ ദിവസം 13,176 ആളുകൾ നമ്മുടെ പരിചയത്തിൽ അന്നത്തെ ദിവസത്തെ. പിറ്റേ ദിവസം സ്ഥിതി മാറും, ചില ആളുകൾ മരിച്ചു പോകും, ചില ആളുകൾ പുതിയ രജിസ്ട്രേഷൻ വരും. ഇത് ലോക റെക്കോർഡാക്കാൻ സാധിച്ചത് അന്ന് തുടങ്ങി വെച്ച പദ്ധതി കൊണ്ടാണ്. മോഹൻദാസ് കൂടി ചേർന്നുകൊണ്ട് അന്ന് തുടങ്ങി വെച്ച പദ്ധതി ഇത് ലോക റെക്കോർഡാണ്. ഒരു സമയം 13,000-ലേറെ പേഷ്യൻസിനെ പരിചരിക്കുന്ന ഒരു പാലിയേറ്റീവ് പരിചരണ ശൃംഖല ഇന്ന് ലോകത്ത് ഉള്ളതായിട്ട് എവിടെയും അറിയില്ല. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, തീരെ എന്താ പറയുക, ശ്വാസം കിട്ടാതെ പടഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. ഉടനെ നമ്മളെ കൊണ്ടുപോയി ICUയിൽ കയറ്റും. പിന്നെ നമ്മൾ കാണുന്നത് വല്ലപ്പോഴും രാവിലെയും വൈകിട്ടും ഒത്തിരി നേരം, 1 മിനിറ്റ്, 1 സെക്കൻഡ്, എന്താ പറയുക, 1/2 മിനിറ്റ് നമുക്ക് കാണാനുള്ള ഒരു അവസരം മാത്രമാണ്. അത് കഴിഞ്ഞ് പലപ്പോഴും ഏത് ഹോസ്പിറ്റലായാലും പലപ്പോഴും ഡെഡ് ബോഡിയാണ് പുറത്തേക്ക് വരുന്നത്. അവിടെ വെച്ചിട്ട് ആ രോഗിക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരിക്കാം. അവസാന നിമിഷങ്ങളിൽ ബന്ധുക്കളെ ഒരു നോട്ടം കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതേപോലെ അവരുമായിട്ട് എന്തെങ്കിലും ആശയങ്ങൾ പങ്കുവെക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതൊന്നും തന്നെ നിറവേറ്റാതെ ഈ ലോകത്തോട് അവർ വിട പറയുകയാണ്. കോടിയുടെ ഒരു പ്രസ്ഥാനം ഇടമുട്ടത്തിൽ പ്രാപ്തമാക്കാം എന്ന് ചിന്തിക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ്. വളരെ ആരാധനയോടും എല്ലാ ആശംസകളും അറിയിക്കുന്നു. വലിയൊരു പുണ്യ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു റംസാൻ മാസത്തിൽ സാധാരണ റംസാനിലെ നോമ്പും അതിൻ്റെ ആ സമയത്ത് നമ്മൾ സേവയുടെ നമ്മൾ ദാനം ചെയ്യും. പക്ഷേ ഇതൊരു ജീവിതം മുഴുവൻ ദാനം ചെയ്ത ഒരു വ്യക്തിയാണ്. നോമ്പുതുറയ്ക്ക് മുന്നോടിയായി ആൽഫ ഹോസ്പീസ് വാൾ ഓഫ് ഹോപ്പ് ബ്രിക് സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ ഡോക്യുമെന്ററി പ്രദർശനം നടന്നു. ആൽഫ ഹോസ്പീസിനെ കുറിച്ച് ആൽഫ ചെയർമാൻ KM നൂർദീൻ വിശദീകരിച്ചു. മണപ്പുറം ഫിനാൻസ് ഡയറക്ടർ സുഷമ നന്ദകുമാർ, ആൽഫ ഫൗണ്ടർ ഡയറക്ടർ ഡോക്ടർ KK മോഹൻദാസ്, മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D ദാസ്, ദിലീപ് കുമാർ നാസർ, പള്ളിയിൽ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. ചേറ്റുവയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ച മഹാത്മാ ബ്രദേഴ്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. ചേറ്റുവ ഷാ ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിലാണ് ഇഫ്താർ സംഗമം നടത്തിയത്.
NK അക്ബർ MLA ചേറ്റുവ മഹല്ല് ഖത്തീബ് സലീം ഫൈസി, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇർഷാദ് K ചേറ്റുവ, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷമീറ ഷബീർ, RA സൈഫുള്ള, CPIM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, മഹാത്മാ ബ്രദേഴ്സ് ക്ലബ് പ്രസിഡന്റ് PY ഉബൈസ്, സെക്രട്ടറി RN മുഹ്സിൻ, ട്രഷറർ VK ഷെരീഫ്, അമൽ, ശ്രീരാഗ് സുനിൽ എന്നിവർ ഇഫ്താർ സംഗമത്തിന് ആശംസ നേർന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തത്. ശ്രീനാരായണപുരം മുള്ളൻ ബസാറിൽ കാന നിർമ്മിക്കാൻ മണ്ണ് നീക്കുന്നതിനിടെ മതിലിടിഞ്ഞ് വീണ് അപകടം. അപകടത്തിൽ 2 അതിഥി തൊഴിലാളികളിൽ ഒരാൾ മരിച്ചു. മറ്റൊരു തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 35 വയസ്സുള്ള മുഹമ്മദ് മെഹബുൽ ഇസ്ലാമാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു തൊഴിലാളിയായ മുർഷിദാബാദ് സ്വദേശി സെയ്ഫുൾ മണ്ഡലിന് ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. മുള്ളൻ ബസാർ സെന്ററിന്റെ വടക്ക് ഭാഗത്തെ റോഡിലാണ് സംഭവമുണ്ടായത്. റോഡിന് സമീപത്തെ മറ്റൊരു കാനയിലേക്ക് ബന്ധിപ്പിക്കാനുള്ള പുതിയ കാനയ്ക്കായി കുഴിയെടുക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഹിറ്റാച്ചി ഉപയോഗിച്ച് കുഴിയെടുക്കുന്നതിനിടെ റോഡരികിൽ സ്വകാര്യ പറമ്പിലെ മതിൽ തൊഴിലാളികളുടെ മുകളിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. മതിൽ ഇടിഞ്ഞു വീണതിന് പിന്നാലെ 2 തൊഴിലാളികളെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുഹമ്മദ് മെഹബുൽ ഇസ്ലാം മരിച്ചിരുന്നു. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എടതിരുത്തി ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പാർപ്പിടം, മാലിന്യ സംസ്കരണം, കുടിവെള്ളം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ബജറ്റ്. ലൈഫ് ഭവന പദ്ധതി, കുടിവെള്ളം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ബഡ്ജറ്റ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ കിട്ടിയ ഘടക സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ നമ്മളുടെ അംഗനവാടികൾക്ക് 30 അംഗനവാടികളുള്ളവർക്ക് ഉള്ളതിൽ കെട്ടിടം നിർമ്മിക്കുന്നതിനും അതിനുവേണ്ട മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾക്കും അതുകൂടാതെ നമ്മുടെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മിനി വോളിബോൾ കോർട്ട് നിർമ്മിക്കുന്നതിനും ഓപ്പൺ ജിം ആരംഭിക്കുന്നതിനും ഇങ്ങനെ വിവിധങ്ങളെ എല്ലാ മേഖലയെയും ഊന്നൽ നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ വർഷത്തെ ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഗവൺമെന്റ് ഇറക്കുന്ന ഉത്തരവുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കുക എന്നതാണ് പ്രധാനമായിട്ടും ജനപ്രതിനിധികളായാലും ഉദ്യോഗസ്ഥന്മാരിലായാലും നിശ്ചിതമായിട്ടുള്ള സർക്കാരിൻ്റെ മാർഗരേഖയിൽ നിന്നുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും മുൻകാലങ്ങളിലും നമ്മൾ അതേ അർത്ഥത്തിൽ തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. നവകേരള നിർമ്മാണ പ്രവർത്തനങ്ങൾ രാജ്യത്തിനും വികസിത രാജ്യത്തിനും മാതൃകയായി നിലകൊള്ളുന്നതും പ്രതികൂല സാഹചര്യങ്ങളും സാമ്പത്തിക ഞെരുക്കവും പദ്ധതി പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നതിനിടയിൽ നമ്മുടെ വിഭവങ്ങളെയും നൈപുണ്യ തൊഴിൽ സേനയെയും ഉപയോഗപ്പെടുത്തി സ്വയം പര്യാപ്തമായ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 45,56,52,094 രൂപ വരവും 45,53,17,000 രൂപ ചിലവും 43,35,094 രൂപ നീക്കി ഇരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. കൃഷി മേഖലയ്ക്ക് 95,50,000 രൂപയും മൃഗസംരക്ഷണത്തിനും ക്ഷീര വികസനത്തിനുമായി 58,70,000 രൂപയും പാർപ്പിട മേഖലയ്ക്ക് 4,31,80,000 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പൊതുമരാമത്തിനായി 5 കോടി രൂപയും കുടിവെള്ളത്തിനായി 37,40,000 രൂപയും ശുചിത്വ മാലിന്യ സംസ്കരണത്തിനായി 82,10,000 രൂപയും പട്ടികജാതി ക്ഷേമത്തിനായി 1,38,00,000 രൂപയുമാണ് നീക്കിവെച്ചിട്ടുള്ളത്. പഞ്ചായത്ത് ഹാളിലായിരുന്നു ബജറ്റ് അവതരണ യോഗം നടന്നത്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായ യോഗത്തിൽ വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു ബജറ്റ് അവതരണം നടത്തി. പഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ നൌമി പ്രസാദ്, KK അജിതകുമാരി, ഐഷ ബി മുഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലേക്ക് 2 ക്ലർക്കുമാർ, LRM സർവേയർ എന്നിവരെ നിയമിക്കുന്നു. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. ഈ മാസം 7 ശനിയാഴ്ച രാവിലെ 11 നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂ മുഖേനയാണ് അർഹതയുള്ളവരെ തെരഞ്ഞെടുക്കുക.
താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ഹാജരാകേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ അറിയുന്നതിന് പഞ്ചായത്ത് ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടണമെന്ന് സെക്രട്ടറി അറിയിച്ചു. വെങ്ങലിശ്ശേരി ഐക്കുന്ന പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ഈ മാസം 8-ന് ഞായറാഴ്ച നടക്കും. സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് ഭദ്രദീപം തെളിയിച്ച് പൊങ്കാല മഹോത്സവം ഉദ്ഘാടനം ചെയ്യും. ദ്വാപരയുഗത്തിൽ ഭർത്തൃവിജയത്തിനും നെടുമാംഗല്യത്തിനുമായി പ്രാർത്ഥിച്ച ദ്രൗപദിക്ക് ആ സൌഭാഗ്യത്തിനായി വരമരുളിയതാണ് ഐക്കുന്ന പാണ്ഡവഗിരി ദേവി. ദേവിയുടെ ദിവ്യസന്നിധിയിൽ വെച്ച ഭക്തോത്തമകൾ വ്രതശുദ്ധിയോടെ മൺപാത്രങ്ങളിൽ സ്വന്തം കൈകൾ കൊണ്ട് പായസം തയ്യാറാക്കി ദേവിക്ക് സമർപ്പിക്കുന്നതാണ് അപൂർവമായ ദിവ്യമായ പൊങ്കാല. മാർച്ച് 8-ന് ഞായറാഴ്ച രാവിലെ നടക്കുന്ന ചടങ്ങിൽ കാരുണ്യവാരിധിയായ പാണ്ഡവഗിരി ദേവിയെ വടക്കേടത്ത് പെരുമ്പടപ്പിൽ കേശവൻ നമ്പൂതിരി നവകാഭിഷേകം നടത്തി ചൈതന്യപൂർണ്ണയാക്കുന്നതോടെ പൊങ്കാലോത്സവത്തിന് തുടക്കമാകും. രാവിലെ 8 മണിക്ക് ഗീതാഞ്ജലി ഭജൻസിന്റെ ഭജന നടക്കും. തുടർന്ന് രാവിലെ 10-ന് അമൃതഭോജനം വിതരണം ചെയ്യും. പൊങ്കാലയ്ക്കുള്ള ഉണക്കലരി, ശർക്കര, മൺപാത്രം, വിറക് എന്നിവ ദേവസ്വം കൌണ്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളെയും ഐകുന്ന പാണ്ഡവഗിരി ദേവി സന്നിധിയിലേക്ക് ഭക്തി ആദരപൂർവ്വം ക്ഷണിക്കുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9746 277702 9447 991586 0487 22777002 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 15,585 രൂപ, പവന് 1,24,680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അനധികൃതമായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി വയോധികൻ അറസ്റ്റിൽ. തൃശൂർ റൂറൽ പോലീസിന്റെ പ്രത്യേക പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. എടത്തിരുത്തിയിൽ ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിച്ചു. മൗനയോഗി ഹരിനാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആൽഫ പാലിയേറ്റീവിന്റെ എടമുട്ടം ഹോസ്പിറ്റൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. ആഷസ് കെയർ ഹോം അംഗങ്ങൾക്കൊപ്പമായിരുന്നു നോമ്പുതുറ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.